ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൊണാൾഡ് ട്രംപ് ആണ് വെനസ്വേലയിലെ വ്യോമാക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആക്രമണം സ്ഥിരീകരിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് മദൂറോയെയും ഭാര്യയെയും നാടുകടത്തിയെന്നും ട്രംപ്. അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ വ്യോമാക്രമണം നടന്നിരുന്നു. ഈ ഒരു വ്യോമാക്രമണത്തിന് പിന്നാലെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണ് വെനസ്വേലയിൽ ആക്രമണം നടത്തിയെന്നൊരു സ്ഥിരീകരണമാണ് എത്തിയിരിക്കുന്നത്. അമേരിക്കയാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ കാരക്കസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ നടന്നിരുന്നു. കാരക്കാസ്, മിറാൻഡ, അറാഹുവ സംസ്ഥാനങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് വെനസ്വേല സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ വെനസ്വേലയിലെ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തു നിന്നും പുറത്തു കടത്തിയതായും ട്രംപ് അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. വെനസ്വേലയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപ് ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വെനസ്വേലയിൽ ആക്രമണം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് തന്നെയാണെന്നാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റായ നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തു നിന്നും പുറത്തു കടത്തിയതായും ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലായിരുന്നു വ്യോമാക്രമണം ഉണ്ടായത്. വെനസ്വേലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയത്. അമേരിക്ക തന്നെയാണ് ഇത്തരത്തിലൊരു വ്യോമാക്രമണത്തിന് പിന്നിലെന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. തലസ്ഥാനമായ കാരക്കസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ നടന്നതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. കാരക്കസ്, മിറാൻഡ, അറാഹുവ സംസ്ഥാനങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇത് വെനസ്വേല സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ ഈ വ്യോമാക്രമണത്തിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്നാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസിനെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തു നിന്നും കടത്തിയതായും ട്രംപ് അറിയിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ വ്യോമാക്രമണത്തിന് പിന്നിലെന്നുള്ളൊരു സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തു നിന്ന് പുറത്തു കടത്തിയതായും ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. വെനസ്വേലയിൽ അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ വ്യോമാക്രമണം നടത്തിയത്. വെനസ്വേലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്ക ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയത്. ഈ ഒരു വ്യോമാക്രമണത്തിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തു നിന്നും പുറത്ത് കടത്തിയതായും ഒരു അറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണമായിരുന്നു നടത്തിയിരുന്നത്. അമേരിക്ക തന്നെയാണ് വെനസ്വേലയിൽ ഇത്തരത്തിൽ വലിയ ഒരു വ്യോമാക്രമണം നടത്തിയെന്നൊരു സ്ഥിരീകരണം തന്നെ ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ വെനസ്വേലൻ പ്രസിഡന്റ് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു അറിയിപ്പ് അറിയിച്ചിരിക്കുന്നു. വെനസ്വേലയിൽ പ്രസിഡന്റായ നിക്കോളാസ് മദൂറോയെയും ഭാര്യയും പിടികൂടി നാടുകടത്തിയതായിട്ടാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയെന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നത്. സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം അമേരിക്ക നടത്തിയത്. അമേരിക്ക തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ കാരക്കസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ നടന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരക്കസ്, മിറാൻഡ, അറാഹുവ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു വ്യോമാക്രമണത്തിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയും പിടികൂടി രാജ്യത്തു നിന്നും പുറത്തു കടത്തിയിരിക്കുന്നു.